വീടിൻ്റെ അവിടേക്ക് എത്തിയിട്ട് 5 മിനിറ്റോളം കേട്ടോ. എന്നിട്ടടക്കം 5-2 മിനിറ്റ് നിൽക്കോ ഒരു ഫോൺ വിളിച്ചപ്പോ കണ്ടക്കട്. എന്തൊക്കെയുണ്ട് വളരെ വിശേഷം? അടക്കട്ടെ, വരാ റാഷിയെ ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് വന്നിക്കണ്. അങ്ങനെ ഒരു ഇതും ഇല്ല, മെയിൻ്റ് ഇല്ലാതെ ഒരിടയ്ക്ക് നമ്മൾ തുറക്കട്ടെ. കറുത്തിക്കാണ് വെളുത്തിക്കാണ് നോക്കാന് ലൈറ്റിന്റെ പവറാണ്. അതുകൊണ്ട് ഒന്നുമില്ല, എന്നെ കാണാൻ മുട്ടി പോകുന്നു അത്ര തന്നെ. ഒന്നുമില്ല. നിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? കവറ് കാണിക്കണ്ട, ചെറിയ കവറ. അപ്പൊ അങ്ങനെ ഇപ്പൊ അസ്സലാമു അലൈക്കും. സുഖല്ലേ? കേറിട്ടോ റിൻഷിക്ക് എന്താ നല്ല വർക്കില്ലല്ലോ. എന്തായാലും ഇവിടെ അങ്ങനെ മക്കളെ നല്ല വർക്കിലാട്ടോ. ഐസ്ക്രീമോ മോളെന്താണ്? എവിടെ മുത്ത് അടിച്ചവനെ എന്റെ കുട്ടി കണ്ടോ? അതൊക്കെ കിട്ടിയോ? മാഷാ അല്ലാഹ്, വിഞ്ഞാറ് നല്ല വരും കേട്ടോ. വന്ന് കിൻഡർ ജോയ് ഇല്ലല്ല, തരൂല കേട്ടോ. വന്നൊക്കെ എന്നെ കിൻഡർ ജോയാണ്. എന്താ രാശിയ വീട്ടിലേക്ക് എത്തില്ല? മാഷാ അല്ലാഹ്. രാശി വാ, ഇക്ക് എന്താണ് ആ വീട്ടിലേക്ക് എത്തൊക്കെ തന്നെ. ഇപ്പൊ ഞങ്ങള് ഒരു ലോഡെ കിൻഡർ ജോയ് കിട്ടാൻ തരാ മേടിക്ക. ഒന്നെത്തിട്ടുള്ളൂ, ബാക്കി തരാ മേടിക്കണ്ട. കിൻഡർ ജോയില്ല പരിപാടിയൊക്കെ കേട്ടോ. പക്ഷെ അവള് ഇത്ര നേരത്തെ വീട്ടിൽ വന്നിട്ട് മുണ്ടാതിരിക്കുന്നു കണ്ടോ. മൊത്തം കിൻഡർ ജോയാണ് കുട്ടിക്ക. കിൻഡർ ജോയ് മാത്രല്ല അതൊക്കെ കമ്പനി അറിയില്ല. ഒരു കിൻഡർ ജോയ് അതൊക്കെ അറിയില്ല. 2 എണ്ണത്തിനുണ്ട് സ്റ്റിക്കേഴ്സും കിൻഡർ ജോയ്. വന്നതിന് ഉപകാരമായിട്ടോ. അനക്ക് നേരെ സാധനം വേണ്ടല്ലോ ചെറിയ കുട്ടിയല്ലേ അല്ലേ? അങ്ങനെയൊക്കെ ഗൈസ്. ഇപ്പൊ എന്തായാലും മാഷാ അല്ലാഹ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നാളെ ഇല്ലപ്പാ ഇപ്പാന്റെ ഷർട്ട് ഇട്ടിട്ടോ. അത്ര കാണിക്കാം. ഉമ്മാന്റെ വെള്ളം വരുന്നുണ്ട് ഗൈസ്. കാണിക്കൊരു പേടിക്കണ്ട. എന്റെ സർപ്രൈസ് വന്ന കാരണം കൊണ്ട് വരുന്ന ഡ്രസ്സിങ് ശരിയല്ല കേട്ടോ. അത് കാരണം ഗൈസ് കാണിക്കാം. ഇത്രയും കാണുന്നത് ഇനി ഊക്കണോക്ക് കുരിപ്പ് ഫുള്ള് ഊക്കല്. മാഷാ അല്ലാഹ് ഇന്ന് ഫുള്ള് വെള്ളം. അമ്മമാനെ കാണാൻ പോയപ്പോഴും വെള്ളം കിട്ടി. അമ്മമാനെ കണ്ടു. അങ്ങനെ അമ്മമാനെ കണ്ടു വന്ന് ഉമ്മമാരതൊക്കെ പോയി. പെരുന്നാളെ കണ്ടിട്ടില്ലാണ്ടല്ലാക്കേണ്ടതല്ലായിരുന്നു. ഒന്നിൽ അനക്ക് സർപ്രൈസ് തരാൻ വീട്ടിൽ എടുത്തിരിക്കുമ്പോ എന്റെ കാര്യം ആലോചിച്ചു. അങ്ങനെ ഓടി വന്നു. അല്ല അപ്പൊ എന്തൊക്കെ പെരുന്നാളിന് വന്നിട്ടില്ലായിരുന്നു. ഊക്കണൊക്കെ കുരിപ്പ് വന്നതും പോരാ ഉള്ളൂക്കല്. മാഷാ അല്ലാഹ് പൊളി വെള്ളം. വാച്ച് പൈസ മേടിച്ചാ വർക്ക് ചെയ്യും. ആദ്യമായിട്ടാണ് ഞാൻ ജീവിച്ചിട്ട് വർക്കിന് വാച്ചിടുന്നുണ്ട് ഗൈസ്. എന്നിട്ട് എന്തൊക്കെയാണ് നമ്മളെ വിശേഷം? സുഖാണോ? അങ്ങനെ കുരിപ്പ് വരണ കേട്ടോ. പിന്നെ എന്തൊക്കെ രാശിയെ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? ഇപ്പൊ എന്തൊക്കെയുണ്ട്? ഞങ്ങൾ പഴയ 10ാം ക്ലാസ് ഫ്രണ്ട്സുകളെ കണ്ടിട്ടോ. കൊറേ എന്തിന്റെ ചങ്കോടനേടി. ഞങ്ങക്ക് പോണ്ടേ? ഇവിടെ വന്ന് കഴിഞ്ഞ ഫസ്റ്റ് ചോദിക്ക ഇനിയും പോവല്ലേ ചോദിക്ക. സമാധാനം. ഇന്നെന്തായാലും പോണട്ടോ. വേണ്ട മതി. ഒന്ന് ഫുൾ അവിടെ നിന്ന് ഉമ്മമാർന്ന് വെള്ളം കുടിച്ച് പിന്നെ ഇവിടുന്ന് പാടത്തിന് ചായ കുടിച്ച്. ചോറ് എന്തായാലും വേണം. കല്യാണം വീട്ടിൽ പോയപ്പോഴോ പറയാൻ പറ്റൂല. പിന്നെ പറഞ്ഞു കേട്ടോ. കല്യാണത്തിന് ചോറിന് ഇറച്ചി കഴിഞ്ഞിരിക്കണം.
അണക്ക് കിട്ടി. ഞാനിടയ്ക്ക് എന്റെ കല്യാണത്തിന് പോയിട്ട് സാറിന്റെ കൂടെ ഫുഡ് കഴിച്ച്. മക്കളെ എന്റെ കല്യാണത്തിന് അതിന്റെ അടുത്ത കല്യാണത്തിന് വിളിക്കണ്ട് കുരുവ് പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്തൊക്കെയാ പൊന്നെ വിശേഷം? സുഖാണോ? അങ്ങനെ മക്കളെ നമ്മളെ പൊണ്ണച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പൊണ്ണച്ചി തടിയപ്പാറ് മുഖമൊക്കെ വീങ്ങിക്കണോ എല്ലാം കൂട്ട് കൂടിക്കണോ. മാഷാ അല്ലാഹ്. അങ്ങനെ മക്കളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു ബേബി വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഞങ്ങളുടെ ഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. എന്തായാലും നിങ്ങൾ ഉപ്പമാർക്കൊക്കെ ദ്വാരക്കും അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ കൊണ്ട് ദ്വാരക്കണം കേട്ടോ. നല്ലൊരു ബേബിന് വരാൻ അതുപോലെ തന്നെ സുഖപ്രസവത്തിനെ കിട്ടുന്നുണ്ട്. മാഷാ അല്ലാഹ്. എന്തായാലും അങ്ങനെയൊക്കെ സങ്കടം വേറൊന്നല്ല. ഞാൻ സത്യം പറഞ്ഞു ഇന്നും വരാതെ ഇന്നിപ്പോൾ ജിൽഷാദ് എയർപോർട്ടിൽ പോകുമല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് പോകണമെന്ന് വിചാരിച്ചതാണ്. ഇടയ്ക്ക് പോകുന്നുണ്ടോ അപ്പോൾ അങ്ങനെ വരണം വിചാരിച്ചതാണ്. പക്ഷേ എന്താവും പെട്ടെന്ന് അങ്ങനെ ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് മുത്തിന് ചക്കര കുട്ടിനെ കണ്ടു. പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വന്നപ്പോഴാണെങ്കിലോ 2-3 മിനിറ്റോടെ പുറത്തുനിന്ന് ഫുള്ള് പോകണം. ആരെ വീഡിയോ ഉണ്ട്? ആഫ്രിക്കാന്റെ വീഡിയോ ആണ് അത്ര. ചക്കര ഇന്ത്യയിൽ കണ്ടിരിക്കുന്നത് അതോ ജിയോഫിന്റെ ചാനലില്? അങ്ങനെ ആ ചാനലുണ്ട്, നൗഫലിന്റെ ചാനലില്. മാഷാ അല്ലാഹ്. ഇപ്പൊ അങ്ങനെ ഒരു പോയിട്ടുണ്ടാവും. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അങ്ങനെ റാഹത്തായിട്ടാണ്. അപ്പൊ എന്തായാലും എൻട്രോ പറഞ്ഞിട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കട്ടോ. അങ്ങനെ എന്തായാലും അങ്ങനെ അവരും ഇതായിട്ടില്ല. വീഡിയോ സമ്മതിക്കൂല. ഈ ബേബി ആയിട്ടില്ലെങ്കിൽ ഇവിടെ വെക്കായിരുന്നു. അതൊന്നും പറ്റാത്ത അവസ്ഥ. വിറ്റാലും എന്ത് സെക്കൻഡ് കിട്ടുന്നാവോ അത് ഈ കടയാണ്. ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, മുബി. മുബി ഇല്ല വെറുതെ പറഞ്ഞ മുബിനോട് പറഞ്ഞു. എന്റെ ഒരു പഴയ ഒരു കാര്യം ഞാൻ പറഞ്ഞു മുബിനോട് കേട്ടോ. മുബി പറഞ്ഞ എന്റെ ക്ലാസ് പഠിച്ചാ ഇന്ന് പോയില്ലേ. അപ്പൊ ആളോട് ഞാൻ സംസാരിച്ചപ്പോ ആള് പറയണേ പാവാട്ടോ. റാഷിന്റെ അവസ്ഥക്ക് റാഷ പാവാണോ കുഞ്ചിതെന്ന് വെച്ച് മാത്രമേ അത് കുടിച്ച കൈകടയുണ്ട്. ഓ കൈകട ഞാൻ റാഷ് പാവാണ്. അതിന്റെ വീഡിയോസിൽ കാണുമ്പോ എന്ത് പാവോ വെച്ചോലേ റബ്ബക്കല്ലേ അറിയുള്ളൂ. കുരിപ്പ് എങ്ങനെയാണ് ഇത് വേറെ ആർക്കും അറിയില്ലാരും പറയും ഇതിനെ സഹിക്കണം. ഞാൻ എങ്ങനെ വേണം പറയാൻ? അല്ല എല്ലാരും പെണ്ണാണ് ഭാഗത്ത് നിൽക്കുള്ളൂ, അത് നോക്കണ്ട. പക്ഷെ എത്രയായാലും എന്തായാലും കൈകടയുണ്ട് ഇവിടെ നിന്ന് ഇല്ല നിങ്ങൾ പിടിക്കണം. അപ്പൊ അങ്ങനെ മക്കളെ ഇങ്ങനെ ചാവക്കാലത്തിലുണ്ട്. അപ്പൊ നാളത്തെ അപ്ഡേഷൻ മറ്റത്തെ അപ്ഡേഷൻ അതൊക്കെ തന്നെയാണ്. ഇൻഷാല്ലാ ഞങ്ങൾ പേജിന് കാര്യം പറയണ്ടേ. എന്തായാലും മറ്റേ കാര്യം നാളെ പറയാമല്ലോ. എന്തായാലും ഇൻഷാല്ലാ നാളെ പറയാം. എന്തായാലും വേറൊരു കാര്യമുണ്ട്. നാളെ പറയല്ലേ എന്താ കാര്യം എനിക്കൊണ്ട് പറഞ്ഞിട്ട് നാളെ എന്നോട് കൂടെ നിൽക്കാന് നാളെ ഒരു വേറെ കാര്യമുണ്ട്. റാഷിക്ക് സർപ്രൈസ് സത്യം പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. എന്തായാലും മാഷാ അല്ലാഹ് അങ്ങനെ നമ്മളെ മുത്തിനെ കാണാൻ വന്ന്. എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാട്ടോ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വരില്ല വിചാരിച്ചു, നാളെ വരാൻ ചോദിച്ചതാണ്. പക്ഷെ എന്താ പെട്ടെന്ന് ഇവിടെ ഒരു ഓർമ്മ വന്നു. പെട്ടെന്ന് എന്തായാലും കുറേ സ്ഥലം പെരുന്നാൾ വന്ന് പോയതാണ്. തിരക്കൊണ്ട് ഇൽഷൻ്റെ കല്യാണം, ചക്കൻ്റെ കല്യാണം, അതിൻ്റെ തിരക്ക് സ്റ്റുഡിയോ വർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയും പോയി വന്നിട്ട് ഇതാകട്ടോ മക്കളെ. അപ്പം എന്തായാലും അങ്ങനെ എൻ്റെ മുത്തിനെ കാണാൻ വന്ന് എൻ്റെ മുത്തിനെ കണ്ട് അങ്ങനൊക്കെ നായിനെ കാണാൻ ഇപ്പം വീഡിയോസ് കാണാൻ കുറച്ച് അതാ പ്രശ്നം. മാഷാ അല്ലാഹ് എന്തൊക്കെയാണ് വിശേഷം? സുഖലും. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഈ ചെറിയൊരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാല്ലാ നാളത്തെ അപ്ഡേഷൻ കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതിനേക്കും ബൈ. അസ്സലാമു അലൈക്കും യാ ഹബീബി.